ഒരു യാത്രക്കിടയിൽ വിജനമായ മരുഭൂമിയിൽ മലേറി എന്ന പെൺകുട്ടിയുടെ കാറ് കേടാവുകയും ഒരു അപരിചിതൻ വന്ന് ആ കാറ് ശരിയാക്കുകയും ചെയ്യുന്നു. വളരെ മാന്യനും സൽസ്വഭാവിയുമാണെന്നാണ് അവൾ ആദ്യം വിശ്വസിച്ചത്. ആ ചെറുപ്പക്കാരനെ മലറി കൂടെ കൂട്ടുന്നു. പിന്നീട് അങ്ങോട്ട് തികച്ചും അപ്രതീക്ഷിതമായി നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ആ യാത്രയിൽ ഉണ്ടാകുന്നത്, തീർത്തും ഞെട്ടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊരു തകർപ്പൻ സിനിമ തന്നെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടുതൽ സിനിമ എക്സ്പ്ലെയിനുകൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥ ആരംഭിക്കുന്നത് മലേറി എന്ന പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. ഇവളുടെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ഇറ്റലിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇവളാണെങ്കിൽ തനിച്ചാണ്, സഹോദരിയില്ല. സഹോദരി മറ്റൊരു സ്ഥലത്ത് പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളൊരു യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുകയാണ്, ഒരു സോളോ ട്രിപ്പ്. അതും വിജനമായ സ്ഥലത്ത് കൂടിയാണ് അവൾ ആ ട്രിപ്പ് തിരഞ്ഞെടുക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോ വഴിയൊക്കെയാണ് ട്രിപ്പ് തുടങ്ങുന്നത്. അങ്ങനെ അവൾ യാത്ര ചെയ്യുന്നതിനിടെ ഒരു സ്ഥലത്ത് അവൾ കുഴങ്ങുകയും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വാഹനം നിർത്തുകയും ചെയ്യുന്നു. ഇതിനിടെ അവളുടെ സഹോദരി വിളിക്കുകയാണ്. ചേച്ചി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നു. നായിക പറയുകയാണ് സിനൂറിസ് വഴിയൊക്കെയാണ് ഞാൻ പോകുന്നതെന്ന്. അങ്ങനെ അനിയത്തി പറയുകയാണ് നിങ്ങൾ സൂക്ഷിക്കണമെന്നൊക്കെ. ഇവിടെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കരുതിയതിനേക്കാളും മനോഹരമാണെന്നെല്ലാം പറയുന്നു. ഇവർ തമ്മിലുള്ള കോളിൽ നിന്ന് വ്യക്തമാണ് അനിയത്തിയുടെ വിവാഹവും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന്. അവൾ ചെക്കനെ കാണാനുള്ള ഡേറ്റിങ്ങിനുള്ള ഡ്രസ്സൊക്കെ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സഹോദരിയുമായി എല്ലാം സംസാരിച്ച് മലേറി യാത്ര തുടരുകയാണ്. മരുഭൂമിയിലൂടെയാണ് യാത്ര. ഇരുവശങ്ങളിലും നല്ല മലനിരകളെല്ലാം ഉണ്ട്. നായികയായ മലേറി സഹോദരിയെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. അച്ഛനും അമ്മയും ഇല്ലാത്ത അവൾക്ക് സഹോദരി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരി പ്ലേ ചെയ്ത് വെച്ച മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ടാണ് അവൾ യാത്ര പോകുന്നത് തന്നെ. അത്രമേൽ സഹോദരിയെ ഇഷ്ടമാണ് അവൾക്ക്. അങ്ങനെ കാറുമായി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാറിനൊരു മിസ്സിങ് അനുഭവപ്പെടുകയാണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾക്ക് മനസ്സിലായി കാർ കേടുവന്നെന്ന്. അങ്ങനെ അവൾ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അവൾക്ക് കഴിയുന്നത് പോലെയൊക്കെ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻജിൻ ഓയിലെല്ലാം ചെക്ക് ചെയ്ത് അതിന് പ്രശ്നമുണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ട് അവൾ കാറിൻ്റെ ഉള്ളിൽ പോയി അവളുടെ കൈയെല്ലാം വൃത്തിയാക്കുകയാണ്. ഇതിനിടെ അവൾ എൻഗേജ്മെൻറ്റ് ചെയ്ത മോതിരം കാണുന്നു. അവൾ അങ്ങനെ അത് അഴിച്ചു വെക്കുകയാണ്. എന്നിട്ട് കൈയെല്ലാം തോത്തിക്കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾക്ക് അവിടെ നിന്നൊരു ഡ്രിങ്ക് കിട്ടുന്നു. അത് കഴിക്കുമ്പോഴാകട്ടെ ഡ്രസ്സിലാകെ ആ ഡ്രിങ്ക് ആവുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി അവളുടെ ഡ്രസ്സ് മാറ്റുകയാണ്. മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് പെട്ടെന്നൊരാൾ കടന്നു വരുന്നത്. ഹായ്, ഹലോ, എന്താ സഹായിക്കണോ, വാഹനം കേടുവെന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ഒളിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറി അയാളുടെ മുന്നിലേക്ക് വരുന്നു. വാഹനം പണി തന്നു എന്നെല്ലാം പറയുന്നു. അങ്ങനെ അവൻ പറയുകയാണ് ഞാനൊന്ന് സഹായിക്കണോ എന്നെല്ലാം ചോദിക്കുകയാണ്. അവൾ പറയുന്നു വളരെ ഉപകാരം. എങ്ങോട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഡെൻവറിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് അവൾ പറയുന്നു. വാഹനം സർവീസിന് കൊടുത്തിട്ട് എത്ര നാളായി എന്ന് അവൻ ചോദിക്കുകയാണ്. അത് എൻ്റെ വാഹനമല്ല എന്ന് അവൾ പറയുന്നു. അപ്പോൾ നീ പൊക്കിയതാണോ എന്ന് അവൻ തമാശയോടെ ചോദിക്കുകയാണ്. അപ്പോൾ നായിക പറയുകയാണ് നീ ചിലപ്പോൾ പോലീസാണെങ്കിലോ, ഞാനത് പറയില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് തമാശകൾ അവിടെ നിന്ന് പറയുകയാണ്. അവൻ ഓയിൽ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ നായിക പറയുന്നു അതല്ല, ഞാൻ ചെക്ക് ചെയ്തതാണ്, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന്. അങ്ങനെ അവൻ കുറച്ച് നേരത്തെ ശ്രമത്തിനൊടുവിൽ അത് നന്നാക്കുകയാണ്. ഇത് കണ്ട് നായികയ്ക്ക് ഏറെ സന്തോഷമാകുന്നു. നായികയെ പറയുകയാണ് നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ശരിക്കും പെട്ടേനെ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി എന്ന് പറയുന്നു. എപ്പോഴും നന്ദി ഉണ്ടായാൽ മതി എന്ന് അവൻ പറയുകയാണ്. നിങ്ങൾക്ക് ഞാൻ കാശോ മറ്റോ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ് ഒന്നും വേണ്ട, എന്നും നന്ദിയോടെ ഓർത്താൽ മതി എന്ന് പറയുന്നു. അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക്, അതായത് എൻഗേജ്മെൻറ്റ് ചെയ്ത് ഭർത്താവിൻ്റെ അടുത്തേക്കാണ് അവൾ പോകുന്നത്. അവളുടെ കല്യാണ ഡ്രസ്സ് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കല്യാണ ചിലവൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് പണമൊന്നും വേണ്ട, ഹണിമൂണിനൊക്കെ നല്ല ചിലവ് വരുമെന്നെല്ലാം അവൻ പറയുകയാണ്. ഒരുപാട് നന്ദി, അടുത്ത തവണ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയുകയാണ് നായിക. അവനും ഓക്കെ പറയുന്നു. അങ്ങനെ നായിക പറയുന്നു ഞാൻ ഒറ്റക്കാണ് യാത്ര പോകുന്നത്, അതുകൊണ്ട് നിങ്ങളെ കയറ്റാതിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല, ഞാനിവിടെ അടുത്തേക്കാണ്, ഞാൻ നടന്നു പോയിക്കോളാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ നായിക വീണ്ടും യാത്ര തുടരുകയാണ്. കുറച്ച് മുന്നോട്ടെടുത്തപ്പോൾ തന്നെ ഗ്ലാസ്സിൽ അവനെ വീണ്ടും കാണിക്കുന്നു. താൻ ബുദ്ധിമുട്ടിയ സമയത്ത് തന്നെ സഹായിച്ചവനെ സഹായിക്കാമെന്ന് കരുതി നായിക വാഹനം നിർത്തുന്നു. അവനോട് പറയുന്നു വാ, നിന്നെ ആക്കേണ്ട സ്ഥലത്ത് ഞാൻ ആക്കി തരാമെന്ന്. അങ്ങനെ അവനെയും കയറ്റുന്നു.
അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തമാശയോടെ മുന്നോട്ട് പോകുന്നു. അവൻ നല്ല മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുകയാണ്. ഈ മ്യൂസിക് അവൾക്കും ഇഷ്ടപ്പെട്ടതാണ്. അവൻ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ ഈ മ്യൂസിക്? ഇതെനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മ്യൂസിക്കാണെന്ന് പറഞ്ഞ് അവർ ഒരുപാട് കാര്യങ്ങൾ ചിരിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആദ്യം സഹോദരിയെക്കുറിച്ചെല്ലാം ചോദിക്കുന്നു. അവൾ മിടുക്കിയാണ്, അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് ഏക ആശ്രയം എന്നെല്ലാം പറയുന്നു. പിന്നെ അവളുടെ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുന്നു. ഭർത്താവ് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നയാളാണെന്നെല്ലാം പറയുകയാണ്. നിങ്ങൾ ഹണിമൂൺ എങ്ങോട്ടാണ് പോകുന്നതെന്നെല്ലാം അവൻ ചോദിക്കുന്നു. ഞങ്ങൾ ഇറ്റലിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നെല്ലാം അവൾ പറയുകയാണ്. അങ്ങനെ അവർ വീണ്ടും ഒരുപാട് ദൂരം സഞ്ചരിക്കുകയാണ്. അവൾ ചോദിക്കുകയാണ്, അല്ല ഇയാൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ പറയുകയാണ്, ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ താമസിക്കണം, അവിടെ വളരെ ചിലവ് കുറവാണ്, ഫുഡും നല്ലോണം കിട്ടുമെന്നെല്ലാം പറയുന്നു. ഓ ഓക്കെ ഓക്കെ എന്ന് അവൾ പറഞ്ഞ് വീണ്ടും കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ അവൾ പറയുകയാണ്, ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ? എനിക്കും കുറച്ച് ഫുഡ് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഇല്ല, കാറിൽ പോവുകയാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെ അവളും അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്. നമ്മൾ കണ്ടതിലൊരു യാദൃശ്ചികതയില്ലേ, എല്ലാം ദൈവത്തിൻ്റെ കളിയാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ കൃത്യം നിങ്ങളുടെ കാറ് കേടായി. ഞാൻ നിങ്ങളെ സഹായിച്ചു. ഞാൻ പോകേണ്ട സ്ഥലത്ത് ഇപ്പോൾ ഇതാ നിങ്ങളും വരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കളിയാണെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു പന്തിക്കേടെല്ലാം തോന്നുകയാണ്. കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ അവൻ പറയുകയാണ്, അവിടെ ഹോട്ടലിൽ വെച്ച് നിങ്ങൾ എൻ്റെ കൂടെ കിടന്നു തരണം, ഞാൻ പറയുന്നത് ചെയ്യണമെന്നെല്ലാം പറയുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ തമാശ പറഞ്ഞതാണെന്ന്. അവൾ പറയുന്നു, ഇതെനിക്ക് തമാശയായി തോന്നിയിട്ടില്ല, ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ വാഹനം നിർത്തുകയാണ്. എന്നാൽ അവൻ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. അവൾക്ക് മനസ്സിലായി അവൻ അവളെ പിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവൾ ഇറങ്ങാൻ നോക്കുമ്പോൾ അവളുടെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് കത്തി എടുത്തുകൊണ്ട് പറയുകയാണ്, വാഹനം ഓടിക്ക്. അവൾക്കാകട്ടെ എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാകുന്നില്ല. എത്ര പെട്ടെന്നാണ് അയാളുടെ സ്വഭാവം തന്നെ മാറിയത്. അവൾ ഞെട്ടിയിരിക്കുകയാണ്. അവൻ കത്തി ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, വേഗം വാഹനം ഓടിക്ക്, നമുക്ക് അവിടെ ചെന്നിട്ട് വേണം എല്ലാം ചെയ്യാമെന്നെല്ലാം പറയുന്നു. ഇനി അവിടേക്ക് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ, അവിടെ ചെന്നിട്ട് നീ എൻ്റെ കൂടെ കിടന്നു തരണമെന്നെല്ലാം പറയുന്നു. അവൾ ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അവൻ പറയുകയാണ്, നീയാണ് ഇത് ചെയ്തത്, ഞാൻ പോയതാണ്, നീയാണ് എന്നെ തിരികെ വീണ്ടും വാഹനത്തിലോട്ട് കയറ്റിയത്. നീ ഇപ്പോൾ എൻഗേജ് ചെയ്ത നിൻ്റെ ഭർത്താവിന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നീ എന്നെ കാറിൽ കയറ്റിയതും എൻ്റെ കൂടെ ആ റൂമിലോട്ട് വരാമെന്ന് പറഞ്ഞതുമെല്ലാം എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ചെയ്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അവൾ പെട്ടു എന്ന് നായികക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ പെട്ടെന്ന് അവൻ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വണ്ടി ആക്സിലേറ്റർ കൂട്ടിക്കൊണ്ട് ഓടിക്കുകയാണ്. അങ്ങനെ ഇത് അവൻ ശ്രദ്ധിക്കുന്നു. അവൻ വാഹനം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാലാകട്ടെ രണ്ടുപേരും ഒരു കൊക്കയിലോട്ട് മറയുകയാണ്. അങ്ങനെ വാഹനം നേരെ കൊക്കയിലോട്ട് പതിക്കുന്നു. നായികയായ മാലറി കണ്ണു തുറന്ന് നോക്കുകയാണ്. അവളുടെ കാറ് തിരിഞ്ഞാണ് കിടക്കുന്നത്. അവൾ ചുറ്റും നോക്കുന്നു, അയാളെ കാണുന്നുണ്ടോ എന്ന്. അങ്ങനെ അയാളെ അവിടെ ഇവിടെയും കാണുന്നില്ല. അവൾ ശ്വാസം നേരെ വിടുന്നു. എന്നാൽ പതിയെ അവൾ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അയാളുടെ കാല് മാത്രം കാണുന്നു അനങ്ങാതെ നിൽക്കുന്നത്. അവളുടെ കാലും കാറിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവൾക്ക് പുറത്ത് കടക്കാനാകുന്നില്ല. അങ്ങനെ സീറ്റ് ബെൽറ്റാണെന്നാണ് അവൾ ആദ്യം കരുതിയത്. സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന്. അങ്ങനെ സീറ്റ് ബെൽറ്റ് ഊരിയപ്പോഴും അവളുടെ മുഴുവൻ ബോഡിയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ കാല് ആ ആക്സിഡൻ്റായ കാറിൻ്റെ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഇതേസമയം നായികയുടെ കൈകളിൽ നിന്ന് നിരന്തരം ചോര വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൾ രക്ഷക്കായി അവളുടെ ഡ്രസ്സ് കീറിക്കൊണ്ട് തന്നെ അവിടെ കെട്ടുകയാണ്. ഇതേസമയം ഇടയ്ക്കിടെ ഗ്ലാസ്സിലൂടെ അയാളെ നോക്കുന്നുണ്ട്. അയാൾ കാലനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ പെട്ടെന്ന് അയാളുടെ കാലുകൾ അനങ്ങുന്നത് അവൾ ശ്രദ്ധിക്കുകയാണ്. അയാൾക്ക് ജീവനുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതുകൊണ്ട് അവിടെയുള്ള വസ്തുക്കളെല്ലാം അവൾ നോക്കുന്നു. പെട്ടെന്നാണ് അവൾ ആ കത്തി കാണുന്നത്. ഉടൻ തന്നെ അവളോട് കഴിയുന്ന രീതിയിൽ ആ കത്തി എടുക്കാൻ ശ്രമിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഈ കത്തിയെങ്കിലും വേണമെന്ന് അവൾ കരുതുന്നു. കാരണം അത്രയും വലിയ ഒരു ദുർഘടം പിടിച്ച വ്യക്തിയാണ് തൻ്റെ മുന്നിലുള്ളത്. അങ്ങനെ അവൾ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ആ കത്തിയെടുക്കുന്നു. ഉടനെ തന്നെ അവനെത്തുകയാണ്. അങ്ങനെ അവൻ വന്നുകൊണ്ട് അവളുടെ ആ കാലുകൾ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഒരുപാട് രക്തം പോയിട്ടുണ്ടല്ലോ, നിൻ്റെ തുടയിലെ പ്രധാന രക്തക്കുഴലുകൾ മുറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നീ മരിക്കേണ്ട സമയമായിട്ടുണ്ട്, നീ ഒറ്റക്കാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. അവൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. പ്ലീസ് പ്ലീസ് പോകരുത്, എന്നെ ഒന്ന് രക്ഷിക്കുകയെന്ന് അവൾ പറയുകയാണ്. അങ്ങനെ അവൾ
ഒരുപാട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. അവളുടെ ഫോൺ നോക്കുമ്പോൾ ആ ഫോണും കാണുവാനില്ല. അങ്ങനെ അവൾ കരയുകയാണ്. എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നു. വണ്ടിയുടെ ഹോൺ അടിക്കുന്നു. പക്ഷേ ആരും കേൾക്കുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയാവുകയാണ്. ആ കൂരിട്ടുള്ള രാത്രിയിൽ അവൾ തണുപ്പിനെ എങ്ങനെയൊക്കെയോ അതിജീവിക്കുന്നു. കാട്ടിനുള്ളിലാണ്. ഏറെ ഭയത്തോടെ കാറിൻ്റെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് വെച്ച് അവൾ ഉറങ്ങുകയാണ്. അങ്ങനെ അതിരാവിലെയാകുന്നു. അവൾ എണീറ്റ ഉടനെ തന്നെ കാണുന്നത് അവളുടെ കാലിലും കയ്യിലുമുള്ള മുറികളിൽ ഉറുമ്പരിക്കുന്നതാണ്. അവൾ പെട്ടെന്ന് എല്ലാ ഉറുമ്പുകളെയും തട്ടുന്നു. എന്തൊരു കഷ്ടമാണിത് എന്നെല്ലാം പറയുകയാണ്. കാരണം അവളുടെ കാലവിടെ കുടുങ്ങിക്കിടന്ന് ചോരയെല്ലാം കട്ട പിടിക്കുകയാണ്. അവൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കുന്നുണ്ട് ആ കാലവിടെ നിന്ന് ഊരാൻ. പക്ഷേ അതൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ വാഹനത്തിൻ്റെ ചുറ്റും ഒരുപാട് ശബ്ദങ്ങൾ അവൾ കേൾക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുള്ള ഗ്ലാസ് ഉപയോഗിച്ച് അവൾ ചുറ്റും നോക്കുന്നു. കുറച്ച് മാൻകൂട്ടത്തെ കാണുന്നു. അപ്പോൾ തന്നെ അവൾ ഭയക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുകയാണ്. പിന്നിൽ കാറിൻ്റെ പിന്നിൽ അവൻ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് അവനെ കണ്ട് അവളൊന്ന് ഷോക്കാവുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു നിനക്കറിയാമോ? ഞാൻ അവിടെ ഒരു നല്ലൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. പക്ഷെ അധികം വൈകാതെ അവിടെ ആൾ വരും. നിനക്ക് ഒട്ടും സുഖമായ രാത്രി ആയിരിക്കില്ല എന്ന് എനിക്കുറപ്പാണ്. കാരണം നീ തനിച്ചല്ലേ എന്നെല്ലാം പറഞ്ഞ് അവൻ കളിയാക്കുന്നു. നീ എന്തിനാണ് ആ കാർ അവിടെ ഇടിപ്പിച്ച് നമ്മളെ കൊല്ലാൻ ശ്രമിച്ചത്? അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഞാൻ നിന്നെ പീഡിപ്പിക്കുമെന്ന് നീ കരുതിയോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നെ കണ്ടാൽ തന്നെ നീ എനിക്ക് നിന്ന് തരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നെല്ലാം അവൻ പറയുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, ഇല്ല, അത് നിനക്ക് തെറ്റിയതാണ് എന്ന് പറയുന്നു. അവളേറെ സങ്കടത്തോടെ അവനോട് പറയുകയാണ്, ദയവായി എനിക്ക് കുറച്ച് വെള്ളവും ഭക്ഷണവും താ. അവൻ സ്വന്തം കുടിക്കുകയാണ് വെള്ളവും ഭക്ഷണവുമെല്ലാം. നിനക്ക് എന്താണ് വേണ്ടതെന്ന് അവൾ ചോദിക്കുന്നു. നീ ആദ്യം ഒരു കഥ എന്ന് പറയുന്നു. അവൾ ചോദിക്കുന്നു, എന്ത് കഥയാണ് ഞാൻ പറയേണ്ടത്? നീ ആദ്യമായി ആരുടെ കൂടെയാണ് കിട്ടുന്നത്? അവൻ എന്തൊക്കെയാണ് അന്ന് രാത്രി നിന്നെ ചെയ്തത്? ഇതൊക്കെയാണ് നീ പറയേണ്ടത് എന്ന് പറയുന്നു അവൻ. പക്ഷേ അവൾ മിണ്ടുന്നില്ല. നീ പറയുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പോവാനൊരുങ്ങുമ്പോൾ അവൾ പറയാനൊരുങ്ങുന്നു, തിയോയുടെ കൂടെയാണ് ഞാൻ ആദ്യമായി കിടന്നത്. അന്ന് അവൻ എന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നെല്ലാം പറയുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, തിയോയെ നീ ഓർക്കാറുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് കൃത്യമായി വിവരിച്ചു കൊണ്ടാ എന്നെല്ലാം അവൻ പറയുന്നു. എന്ത് വിവരിക്കാൻ എന്നൊക്കെ അവൾ പറയുകയാണ്. നീ സ്വയംഭോഗം ചെയ്യാറുണ്ടോ എന്നെല്ലാം അവൻ ചോദിക്കുന്നു. അവൾ അതേ എന്ന് പറയുന്നു. അങ്ങനെ അവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. നല്ല ശ്രമമായിരുന്നു നിൻ്റേത്, പക്ഷെ പരാജയപ്പെട്ടു. നിൻ്റെ അനിയത്തി എല്ലോയുടെ കാമുകനായ തിയോയുടെ കഥയാണ് നീ എന്നോട് പറഞ്ഞത്. എൻ്റെ അടുത്ത് നിൻ്റെ അടവും പോവില്ലെന്ന് അവൻ പറയുകയാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, എന്നെ ഒന്ന് രക്ഷിക്ക് പ്ലീസ് എന്ന് പറയുന്നു. പക്ഷെ അവൻ ചെവി കൊള്ളില്ല. അവളാണെങ്കിൽ അവളുടെ കാലെടുക്കാൻ എങ്ങനെയൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല. അങ്ങനെ രാത്രിയാവുക. അവളുടെ കയ്യിലുള്ള ഒരു പെണ്ണെടുത്തുകൊണ്ട് അവൾ പേപ്പറിൽ ഇങ്ങനെ എഴുതുകയാണ്, എന്നെ കൊന്നത് ഇവനാണ്. എന്നിട്ട് അവൻ്റെ ആധാർ നമ്പർ എഴുതുകയാണ്. അവൾക്ക് അവൻ്റെ പേഴ്സിൽ നിന്ന് ആധാറൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ ഇവനാണ് ഉത്തരവാദി. ഞാൻ എൻ്റെ അനിയത്തിയായ എലയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളോട് പറയണമെന്നെല്ലാം എഴുതി വെച്ച് കാറിൻ്റെ ഉള്ള സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. രാത്രിയിൽ കൊടും തണുപ്പാണ് അവിടെ. അതുകൊണ്ട് തന്നെ രക്ഷ നേടാൻ അവൾ എന്തെങ്കിലും ഒരു വഴി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെയുള്ള ലൈറ്റർ അവൾക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ലൈറ്റർ കത്തിച്ചുകൊണ്ട് തീയുണ്ടാക്കുകയാണ്. അതിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം. ഈ സമയത്താണ് ഒരു 2 എലികൾ അവിടേക്ക് കടന്നു വന്നത്. അവളുടെ കാലിലുള്ള രക്തമെല്ലാം കുടിക്കാൻ വേണ്ടിയാണത് വരുന്നത്. അവളെ കടിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അവൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒരു വഴിയുമില്ല. അങ്ങനെ ഒടുവിൽ അവൾ ആ എലിയെ കൊല്ലുകയാണ്. അങ്ങനെ കൊന്നതിന് ശേഷം അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് അവൾക്ക് തന്നെ തോന്നുന്നു. അങ്ങനെ എലിയെ അവളുടെ കത്തി ഉപയോഗിച്ചുകൊണ്ട് കീറി മുറിക്കുകയാണ്. അതിൻ്റെ വയറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ കഷ്ണമെടുത്ത് അവൾ കത്തിയിൽ കോർത്തുകൊണ്ട് അത് ചുടുകയാണ്. അല്പം ഭക്ഷിക്കുന്നു. പക്ഷേ അവൾക്ക് ഛർദ്ദിക്കാനൊക്കെ വരികയാണ്. അന്നത്തെ രാത്രി എങ്ങനെയൊക്കെയോ അവൾ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെയാകുന്നു. രാവിലെ തന്നെ അവൾക്കൊരു നല്ല സൂചനയായിരുന്നു. അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നു. ചപ്പുചവറുകൾക്കിടയിൽ നിൽക്കുന്ന ഫോണിനെ അവൾ കാണുന്നു. എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി അവൾ ആ ഫോൺ എടുക്കുകയാണ്. ഫോണിൽ അവളുടെ അനിയത്തിയാണ് വിളിക്കുന്നത്. പക്ഷെ അവൾക്ക് കോൾ എടുക്കാൻ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഉടനെ കട്ടാകുന്നു. ഉടനെ തന്നെ അവൻ വരികയാണ്. അവൻ പറയുന്നു, ഇന്നലത്തെ എൻ്റെ ദിവസം അടിപൊളിയായിരുന്നു.
എനിക്ക് കേറ്റി എന്ന ഒരു കുട്ടിയെയായിരുന്നു കിട്ടിയത്, നിന്നെപ്പോലെ തന്നെ. പക്ഷെ അവൾ നിൻ്റെ അത്ര ഭംഗിയില്ല, പക്ഷെ നിന്നേക്കാൾ അച്ചടക്കമാണ് എന്നെല്ലാം പറയുകയാണ്. അപ്പോൾ നായിക മനസ്സിലാക്കുകയാണ് ഇയാൾ ഇങ്ങനെയുള്ള ഒരു സൈക്കോയാണെന്ന്. നിനക്ക് കഴിക്കാൻ ഞാൻ കേക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവൻ പറയുകയാണ്. പക്ഷേ നീ ഇന്നലെ രാത്രി ഇവിടെ ഒരു പാർട്ടി തന്നെ നടത്തിയിട്ടുണ്ടല്ലേ, നീ സർവൈവ് ചെയ്യാൻ തുടങ്ങിയല്ലേ, നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ ചെയ്യുമെന്ന് അവൻ പറയുന്നു. അവനെങ്ങാനും തന്നെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവൾ കത്തിയെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയമാകട്ടെ അവൻ ബാഗ് കൊട്ടിക്കൊണ്ട് പറയുകയാണ് ഇതെന്തെന്ന് നോക്കുമെന്ന്. ഇതിനുള്ളിൽ എന്താണെന്ന് അവൾ ചോദിക്കുന്നു. ചിലപ്പോൾ നിനക്ക് ഉപകാരമുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായേക്കാം, അതുകൊണ്ട് ഇത് എടുത്ത് നീ ഉപയോഗിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവൻ പോകാൻ തിരിയുന്ന സമയമാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ ഓടി വരികയാണ്. എന്നിട്ട് അവളുടെ പക്കലിൽ നിന്ന് അവളെ തല്ലിക്കൊണ്ട് ആ ഫോൺ എടുക്കുകയാണ്. അവളുടെ സഹോദരി എല്ലയായിരുന്നു വിളിച്ചത്. എല്ല, എന്നെ രക്ഷിക്കണമെന്നെല്ലാം അവൾ വിളിച്ചു പറയുന്നു. അവൻ അങ്ങനെ ഫോണും കൊണ്ട് പോകുമ്പോൾ അവൾ പറയുകയാണ് ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടടാ, നീ കുടുങ്ങുമെടാ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവൻ തിരിച്ചു വന്നുകൊണ്ട് അവളോട് പറയുകയാണ് ഇതിൽ കോൾ ലിസ്റ്റിൽ ഒരു പോലീസുമില്ല, നിൻ്റെ ഫോൺ ഇവിടെ എന്നേക്കുമായി തീരുകയാണെന്ന് പറഞ്ഞ് ആ ഫോൺ അവൻ ചവിട്ടി പൊട്ടിക്കുകയാണ്. നീ പോരാടുന്നത് കുറച്ച് കൂടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ വരില്ല എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. പ്ലീസ് പ്ലീസ് പോകല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്നെല്ലാം അവൾ പറയുന്നു. അങ്ങനെ അവൻ അവസാനമായി ഒരവസരം കൂടി നിനക്ക് നൽകാമെന്ന് പറഞ്ഞ് അവൻ്റെ ബാഗ് മുന്നോട്ട് നീക്കുന്നു. എന്നിട്ട് അത് തുറന്നുകൊണ്ട് അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കാൻ നിൽക്കുന്നു. നായികയാകട്ടെ ആകാംക്ഷയോടെ അതിലേക്ക് നോക്കുകയാണ്, തിന്നാനുള്ള എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടോ എന്ന്. അവൻ ചോദിക്കുകയാണ് നിനക്കിനി മനോധൈര്യത്തോടെ ചെയ്യാനാകുമോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണ്, ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ ബാഗ് തുറക്കുകയാണ്. ആദ്യം അവൻ ഹാമർ എടുക്കുന്നു, അതിനുശേഷം മറ്റൊരു ഉപകരണം എടുക്കുകയാണ്, ആണിയെല്ലാം തുളച്ചു കയറ്റാൻ പറ്റുന്ന ഒരു ഉപകരണം. അത് കണ്ട് അവൾ ഷോക്കാവുകയാണ്. അതിനുശേഷം ഒരു ആക്സോ ബ്ലേഡ് എടുക്കുന്നു, അത് അവളുടെ മുന്നിൽ എങ്ങനെ വെക്കുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നു. ഓ, ഞാനൊന്നും ചെയ്യില്ല, നീയാണെല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ അവൾ പറയുകയാണ് ഈ ആക്സോ ബ്ലേഡ് കൊണ്ട് ഡോറ് മുറിക്കാനാവില്ല, അതിന് നീ ഡോറല്ല മുറിക്കേണ്ടത്. അപ്പോൾ അവൾ പറയുകയാണ് നോ, അത് എന്നെക്കൊണ്ട് ചെയ്യാനാകില്ല, എൻ്റെ കാല് എനിക്കൊരിക്കലും മുറിക്കാനാകില്ല എന്ന് പറയുന്നു. എന്നാൽ നീ ഇവിടെ കിടന്ന് മരിക്കും, അല്ലാതെ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനാകില്ല എന്ന് അവൻ പറയുകയാണ്. അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്, നീ എൻ്റെ കാറിൽ കണ്ടപ്പോഴൊക്കെ നീ എന്തൊരു നല്ല വ്യക്തിയായിരുന്നു, നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നെല്ലാം പറയുകയാണ്. ഓ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൻ അവൾക്ക് ആ ആക്സോ ബ്ലേഡ് കൊടുക്കുകയാണ്. എന്നിട്ട് നിനക്ക് ചെയ്യുന്നത് ചെയ്യ്, ഞാൻ നാളെ വീണ്ടും വരും, കാരണം എനിക്കിപ്പോൾ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. നായികയാകട്ടെ ആ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ സീറ്റും ആ കാറിൻ്റെ ഭാഗങ്ങളും മുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ആ ബ്ലേഡ് മുറിഞ്ഞു പൊട്ടുന്നു. അവൾ ദേഷ്യം പിടിക്കുകയാണ്. അവൾക്ക് വെള്ളം കിട്ടിയിട്ടിപ്പോൾ 2 ദിവസത്തോളം ആകാനായി. അവൾ ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ്. ജീവൻ നിലനിർത്തണമെങ്കിൽ തുള്ളി വെള്ളം നിർബന്ധമാണ്. അങ്ങനെ അവളുടെ മൂത്രം തന്നെ കുടിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മൂത്രം കുപ്പിയിലാക്കിയതിന് ശേഷം അത് കുടിക്കാനൊരുങ്ങുന്നു. ആദ്യം കുറച്ച് കുടിക്കുകയാണ്, പക്ഷേ അവൾക്ക് കുടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വീണ്ടും കുടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മഴ പാറ്റുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അവളുടെ അടുത്തുണ്ടായിരുന്ന കവർ വെച്ച് അവൾ വെള്ളം ശേഖരിക്കുകയും അങ്ങനെ അത് കുടിക്കുകയും ചെയ്യുന്നു. അവളുടെ ദാഹമടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് മുകളിൽ ഒരു കാറിൻ്റെ ലൈറ്റ് കാണുന്നു. അവൾ രക്ഷിക്കണേ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ നിന്ന് പറയുകയാണ് ഞാൻ വരുന്നുണ്ട് എന്ന്. അവൾ ഇത് കേൾക്കുന്നു. അവൾ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, രക്ഷപ്പെടണ്ടേ. അങ്ങനെ അവൾ അവളുടെ കാല് മുറിച്ചതായി കാണിക്കാൻ വേണ്ടി അവിടെയുള്ള കത്തിയിന്മേൽ മുമ്പ് മുറിച്ചിരുന്ന ആ എലിയുടെ രക്തമാക്കുന്നു. എന്നിട്ട് കത്തി അവിടെ വെക്കുന്നു. അവൾ ബോധമില്ലാത്തതുപോലെ കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അവിടെ എത്തുമ്പോൾ അവൻ കരുതുന്നത് അവൾ കാല് മുറിക്കാൻ ആക്സോ ബ്ലേഡ് കൊണ്ട് ശ്രമിച്ചു എന്നാണ്. ആ ആക്സോ ബ്ലേഡുമേലാകെ ചോരയും ഇറച്ചി കഷ്ണവും. അവൾ ബോധമില്ലാതെ കിടക്കുകയും ചെയ്യുന്നു. എന്നാൽ മറുകൈയിൽ അവൾ കത്തി കരുതിയിരുന്നു. അവൻ അടുത്തേക്കടുത്തതും അവൾ അവൻ്റെ പള്ളക്കിട്ട് തന്നെ ആ കത്തി കൊണ്ട് കുത്തുന്നു. അവൻ്റെ വയറ്റിൽ ഇപ്പോൾ രക്തം വരികയാണ്. എന്നിട്ട് അവൾ അവനോട് ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ താക്കോലും കാണിച്ചു കൊടുക്കുന്നു. ഇതായിരുന്നോ നിൻ്റെ പ്ലാൻ എന്ന് അവൻ ചോദിക്കുന്നു. അത് നിൻ്റെ കഴുത്തറക്കാനായിരുന്നു പ്ലാൻ, പക്ഷെ അത് സാധിച്ചില്ല, കാറിൻ്റെ കീ കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന് അവൻ പറയുന്നു. എന്നാൽ അവൾ കാറിൻ്റെ റിമോട്ട് കീ നിൽക്കുന്നു.
കാറ് മുകളിലെ റോഡിൽ നിന്ന് ശബ്ദമുണ്ടാക്കുകയാണ്. അതിലൂടെ റോഡുകളിലൂടെ കാറുകൾ പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. മുകളിലൂടെയൊന്നും ആരും പോകുന്നില്ലെന്ന് അവൻ പറയുകയാണ്. എന്നാൽ അവൾ പറയുന്നു, എന്നാൽ വാർത്തയിൽ അങ്ങനെയല്ലല്ലോ കേട്ടത്. കാറിലുള്ള വാർത്തയിലൂടെ ഞാൻ കേട്ടത് ശക്തമായ മഴയുള്ളതിനാൽ ഈ റോഡാണ് എല്ലാവരും ഉപയോഗിക്കുക എന്നാണല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ട് അവന് ദേഷ്യം വരികയാണ്. അവൻ ചാവി എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് അവനെ അകറ്റി തന്നെ നിർത്തുകയാണ്. അവൻ്റെ പള്ളക്ക് നല്ലൊരു കുത്തു തന്നെ കൊണ്ടിട്ടുണ്ട്. അവനാകട്ടെ മുകളിൽ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു. കാറ് അശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും ഓഫ് ചെയ്യണം. അതിന് അവൻ്റെ പക്കൽ ചാവിയുമില്ല. അതിലൂടെ ഒരുപാട് കാറുകൾ പോകുന്നുണ്ട്. അവർ നിർത്തിക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഫൈനാണെന്ന് അവൻ പറയുന്നു. കാറിൻ്റെ മുൻപ് ഓപ്പൺ ചെയ്തുകൊണ്ട് വയർ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അത് ഓഫാകുന്നു. എന്നാൽ ഈ സമയമാകട്ടെ ഒരു പോലീസുകാരൻ അങ്ങോട്ട് എത്തുകയാണ്. നല്ല മഴയാണ്, സൂക്ഷിക്കണം. എന്തേ കാറ് കേടുവന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, കാറ് ഒരു നശിച്ചത് തന്നെ, എന്തോ പ്രശ്നം പറ്റിയെന്ന് അവൻ പറയുകയാണ്. എന്നാൽ നീ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്ക് എന്ന് പറയുന്നു. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ. ഒരുപാട് ട്രൈ ചെയ്തു. അങ്ങനെ ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് ഡോറിൻ്റെ ഉള്ളിൽ കയറാൻ ചാവിയില്ലല്ലോ എന്ന്. അവൻ പോലീസുകാരനോട് പറയുന്നു, ചാവി കാറിനുള്ളിൽ പെട്ടുപോയി. ഒരു നശിച്ച ദിവസം തന്നെയല്ലേ എന്ന് പോലീസുകാരൻ പറയുന്നു. അതെ, ഡ്യൂപ്ലിക്കേറ്റ് കീ എൻ്റെ ഹൗസിലാണുള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരം സഞ്ചരിക്കണം. നിങ്ങൾ എന്നെ അങ്ങോട്ട് ആക്കി തരുമോ എന്ന് ചോദിക്കുന്നു. വാ, ഞാൻ ആക്കി തരാമെന്ന് പോലീസുകാരൻ പറയുകയാണ്. എന്നാൽ അതേ സമയത്താകട്ടെ നായിക താഴത്ത് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പോലീസിൻ്റെ ലൈറ്റ് കണ്ടുകൊണ്ട് തന്നെ അവൾ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ചെറിയ ശബ്ദം പോലീസും ശ്രദ്ധിക്കുന്നു. അയാൾ, നീ കേട്ടോ ആ ശബ്ദം എന്ന് അവനോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നിയതായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അയാൾ സൂക്ഷിച്ച് കേൾക്കുകയാണ്. അത് എനിക്ക് തോന്നിയതാകുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാകട്ടെ നായിക അവിടെയുള്ള കല്ലുകൊണ്ട് കാറിൻ്റെ ബോഡിയിൽ ഉറക്കെ അടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുകയാണ്. ഈ ശബ്ദം അയാളും കേൾക്കുകയാണ്. എന്നാൽ അവനാകട്ടെ അയാളെ അവിടെ നിന്ന് തള്ളിയിട്ട് കൊല്ലാനുള്ള ശ്രമത്തിൽ അയാളുടെ പിന്നാലെ തന്നെ പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് അയാൾ സ്വന്തം തെന്നി വീഴുന്നു. അവൻ അയാളെ രക്ഷപ്പെടുത്തുകയാണ്. ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, അങ്ങനെയുള്ള ശബ്ദമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഇതേ സമയത്ത് തന്നെ ഈ പോലീസുകാരൻ്റെ കാറിലേക്ക് ഇൻഫർമേഷൻ വരുന്നുണ്ട്. നമ്മുടെ നായികയെ കാണാനില്ല എന്ന വിവരം തന്നെയാണ് വരുന്നത്. പക്ഷേ പോലീസുകാരൻ അത് ശ്രദ്ധിക്കുന്നില്ല. അവനതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നായികയുടെ ആ ശ്രമവും വിഫലമാകുന്നു. കാരണം അയാൾ കേൾക്കാതെ അയാൾ പോവുകയാണ്. അങ്ങനെ നായികയുടെ വാഹനം കിടന്നിരുന്ന ആ തോട്ടിലൂടെ വെള്ളങ്ങൾ ഒഴുകുകയാണ്. കനത്ത മഴ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ശക്തമായ വെള്ളമൊഴുക്കാണ്. പതിയെ വെള്ളം വാഹനത്തിലോട്ടും കയറുന്നു. അവൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരും കേൾക്കുന്നില്ല. അവളുടെ കാലാണെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വെള്ളം ആ തോട്ടിലൂടെ നിറയാൻ തുടങ്ങുന്നു. അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലോട്ട് വെള്ളം ഉയരുകയാണ്. അവൾ ഏറെ ഭയക്കുകയാണ്. ഉടനെ തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന ആ ബ്ലേഡ് എടുത്തുകൊണ്ട് അവളുടെ കാല് മുറിക്കാൻ തയ്യാറാവുകയാണ്. അല്ലാതെ മുന്നിൽ വേറൊരു വഴിയുമില്ല. രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. അവൾ ഏറെ വേദന സഹിച്ചുകൊണ്ട് ആ എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് തൻ്റെ കാലിങ്ങനെ വെട്ടുകയാണ്. പക്ഷേ പെട്ടെന്നാണ് ശക്തമായ വെള്ളം ആ തോട്ടിലൂടെ വന്നത്. ഒരു ശക്തമായ ഒഴുക്ക് തന്നെ. അവളുടെ കാറിനെയും മറിച്ചിട്ടുകൊണ്ട് വെള്ളം മുന്നോട്ട് കുതിക്കുന്നു. ആ മറിച്ചിടലിൽ അവളുടെ കാല് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവളുടെ കാല് അവിടെ നിന്ന് ഊരാൻ അവൾക്ക് സാധിക്കുകയാണ്. അങ്ങനെ അവൾ വെള്ളത്തിൽ നിന്ന് നീന്തി അവൾ പതിയെ കരക്കെത്തുകയാണ്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ട് കരക്കെത്തി അവൾ അവിടെ നിന്ന് കിടക്കുകയാണ്. അവളുടെ കാലിൽ നിന്നും രക്തം പോകുന്നുണ്ട്. അങ്ങനെ വിശ്രമിച്ചതിന് ശേഷം അവിടെയുള്ള ഒരു കോലും ഒരു കമ്പെടുത്തുകൊണ്ട് അവൾ നടക്കാൻ ഇറങ്ങുകയാണ്. രക്ഷപ്പെടേണ്ടേ. അങ്ങനെ അവൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നു. ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവൾ നോക്കുമ്പോൾ അവിടെ ഒരു ലൈറ്റുള്ള വീട് കാണുകയാണ്. അവൾ അങ്ങോട്ട് തന്നെ പോകുന്നു. ഇത് അവൻ പറഞ്ഞ ആ വീടാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ ആളുകൾ വരാതിരിക്കാൻ വേണ്ടി ഒരു കെണി തന്നെ വെച്ചിട്ടുണ്ട്. കാലിൽ കൊടുക്കുന്ന ആ സാധനം തന്നെ. അതിൽ നിന്ന് അവൾ കഷ്ടിച്ച് തന്നെയാണ് രക്ഷപ്പെടുന്നത്. പിന്നെ മുന്നോട്ടുള്ള ഓരോ വഴികളിലും അവൾ സൂക്ഷിച്ചു കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ പതിയെ നടന്ന് അവൾ ആ വീടിനടുത്തെത്തുകയാണ്. അങ്ങനെ പതിയെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് അവൾ ആ വീടിൻ്റെ ജനവാതിലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലം തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല.
മറ്റൊരു ഡോർ തുറന്നു നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കയ്യും കാലും ബന്ധിപ്പിച്ച് ഒരു ബെഡിൽ കിടത്തിയ നിലയിൽ കാണുന്നു. അവൾ ഏറെ നിരാശയോടെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവൾ വില്ലൻ്റെ ശബ്ദം കേൾക്കുകയാണ്, അവൻ്റെ ശബ്ദം തന്നെ. അങ്ങനെ അവൾ സൂക്ഷിച്ചു പോകുമ്പോൾ അവൾ കാണുന്നത് ഒരു പോലീസുകാരനെ കയ്യും കാലും കെട്ടിയിട്ട നിലയിൽ അയാളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതാണ്. എന്നിട്ട് അവൻ അയാളെ കൊല്ലുകയാണ്. ആ ആണി അടിക്കുന്ന മെഷീൻ ഉപയോഗിച്ച് അയാളുടെ തലയിലോട്ട് തന്നെ ആണി കയറ്റുന്നു. ഇത് കണ്ട് അവൾ ഭയന്ന് വിറക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സൈക്കോക്കാണല്ലോ താൻ ലിഫ്റ്റ് കൊടുത്തതെന്ന് അവൾ ആലോചിച്ച് നോക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പോലും അവൾ ചിന്തിക്കുകയാണ്. അങ്ങനെ അയാളെ കൊന്ന് വില്ലൻ മുകളിലോട്ട് കയറിയ ഉടനെ തന്നെ അവൾ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്, ആ റൂമിലോട്ട്. ശ്വാസം അടക്കി പിടിച്ച് അവൻ കാണാതെ പതിയെ വാതിൽ തുറന്നുകൊണ്ട് അവൾ ആ റൂമിൽ പ്രവേശിക്കുകയാണ്. എന്നാൽ റൂമിൽ കയറി ഒന്ന് തിരിഞ്ഞപ്പോൾ അവൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരു 4-5 പേരെ കൊന്ന് അവിടെ കെട്ടിയിട്ടിരിക്കുന്നതാണ് അവൾ കാണുന്നത്. അവൾ ഭയക്കുകയാണ്. എന്തോരം വലിയ കില്ലറുടെ മുമ്പിലാണ് താൻ പെട്ടതെന്ന് അവൾ ആലോചിക്കുകയാണ്. ഒരു 4-5 പുരുഷന്മാരുടെ തലയെല്ലാം മൂടിക്കൊണ്ട് അവരെ കൊന്നിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. പോലീസുകാരൻ്റെ അടുത്തുള്ള ഗണ്ണ് അങ്ങനെ നായിക പതിയെ സ്വന്തമാക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം, അതിനാദ്യം ആ ഗണ്ണെടുക്കണം. അങ്ങനെ അവൾ ആ ഗണ്ണെടുത്തുകൊണ്ട് ആ റൂമിൽ കെട്ടിയിട്ട ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നായിക അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവൾ ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മിണ്ടരുത്, ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാണ് എന്ന് പറയുന്നു. എന്നിട്ട് മുഖത്ത് മൂടി വെച്ചിരുന്ന ആ വായ അടച്ച സാധനം അവൾ ഊരുകയാണ്. എന്നാൽ എന്നെ രക്ഷിക്കണമെന്ന് അവൾ പറയുകയാണ്. മിണ്ടരുത്, മിണ്ടാതിരുന്നാലേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ ഇപ്പോൾ വരുമെന്ന് പറയുന്നു. പറഞ്ഞ ഉടനെ അവൻ എത്തുന്നു. എന്നാൽ നായികയാകട്ടെ വേഗം ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ആ പെൺകുട്ടിയാകട്ടെ കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയും അവൻ പിന്നാലെ വന്ന് അവളെ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് ആ വായ അടച്ച സാധനമില്ല. അപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന്. നമ്മുടെ നായികയാകട്ടെ ആ തോക്ക് അവൻ്റെ നേരെ ചൂണ്ടുകയാണ്. അവളെ നീ തൊട്ടു പോകരുത്, അനങ്ങിയാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ആ തോക്ക് തട്ടിയെടുത്തുകൊണ്ട് അവളെ ഉപദ്രവിക്കുകയാണ്. ആ തോക്ക് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. അങ്ങനെ അവൻ്റെ കൈയിനിട്ട് കടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഒപ്പം മറ്റേ സ്ത്രീയും മറ്റേ വൈക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവളുടെ കെട്ട് നേരത്തെ തന്നെ മറ്റവൾ അയച്ചതാണ്, നമ്മുടെ നായിക മാലറി. എന്നാൽ അവൻ മാലറി എന്ന് വിളിച്ചുകൊണ്ട് എല്ലായിടത്തും തിരയുന്നു. നമ്മുടെ നായികയാകട്ടെ അവിടെ മുമ്പ് കൊന്നിരുന്ന ഒരാളുടെ പക്കലുള്ള കത്തി കൈക്കലാക്കുന്നു. മാലറി എന്ന് വിളിച്ച് അവൻ റൂമിലോട്ട് കയറി വരുന്നു. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള മേശക്കടിയിൽ ഒളിക്കുകയാണ്. അവൻ എല്ലായിടത്തും അവളെ തിരയുന്നു. അങ്ങനെ ഒടുവിൽ ആ മേശക്കുള്ളിൽ അവളെ കാണുകയാണ്. എന്നാൽ അവിടെ നിന്നും അവൾ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ഉടനെ തന്നെ അവനാകട്ടെ അവളെ പിടിക്കുകയാണ്. അവൾ രക്ഷപ്പെടാൻ വേണ്ടി അലറി വിളിക്കുന്നുണ്ട്. അവളെ കടത്തിക്കൊണ്ട് അവളുടെ നേരെ ഇങ്ങനെ കത്തി ഓടിക്കുകയാണ്. അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് സുഖം കണ്ടെത്തുന്നതിനിടെയാണ് നായിക അവൻ്റെ കാലിനിട്ട് തന്നെ ചവിട്ടിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവൻ്റെ നേരത്തെ കുത്തിയ ആ പള്ളക്ക് കുത്തിയ ആ മുറിയിൽ അവൾ വീണ്ടും കുത്തുകയാണ്. വേദന സഹിക്കാനാകാതെ അവൻ അവളെ വിടുന്നു. അവൾ വീണ്ടും ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവൾ പുറത്തുള്ള ബാൽക്കണിയുടെ ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. ഇവിടെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ആ മറ്റൊരു സ്ത്രീയും ഉണ്ടായത്. എന്നാൽ അവൻ അവിടേക്ക് എത്തുകയാണ്. അവളെ അവിടെയെല്ലാം തിരയുന്നു. അവൾ ചെയറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ നേർക്ക് ചാടി അവനെ താഴേക്കിടുന്നു. ആ ബാൽക്കണിയുടെ മുകളിൽ നിന്ന് അവൻ താഴേക്ക് വീഴുകയാണ്. അവൻ താഴേക്ക് വീണ് അവൻ തന്നെ വെച്ച കെണിയിൽ അവൻ്റെ മുട്ടുംകാൽ കുടുങ്ങുകയാണ്. ചോര ആകെ വരുന്നു. നായിക ഇത് നോക്കുകയാണ്. അവളും ചിരിക്കുന്നു. കാരണം അവളെ ഇത്രയും നേരം ദുരിതപ്പെടുത്തിയ അവനെ അതേ രീതിയിൽ തന്നെ അവൾ പിടിച്ചിരിക്കുന്നു. അവൾ മുകളിൽ നിന്ന് ടോർച്ചടിച്ച് നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ കാല് അവൻ തന്നെ വെച്ച ആ കെണിയിൽ കുടുങ്ങിയതായി കാണുന്നു. എന്നിട്ട് അവൾ പ്രതികാരം ചെയ്യുകയാണ്. അവനോട് പറയുകയാണ്, നിന്നെ രക്ഷിക്കാൻ ആരാണ് വരിക എന്ന് നോക്കാം. നിൻ്റെ വലിയ രക്തക്കുഴലുകൾ മുറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നീ മരിക്കേണ്ട സമയമായിട്ടുണ്ട്. നിനക്ക് ഞാൻ ഈ കത്തി തരാം. നീ ഇതുപയോഗിച്ച് നിൻ്റെ കാൽമുട്ടിൻ്റെ അവിടെ നിന്ന് മുറിച്ചു കളയുക. അതല്ലാതെ നിനക്ക് വേറൊരു വഴിയുമില്ല. നീ ഒരു സൈക്കോയാണ്. ആ കാറിന് കൈ കാണിച്ചത് കൊണ്ട് പല പേരുടെയും മരണമില്ലാതാക്കാൻ എനിക്ക് സാധിക്കൂ. കാരണം നീ ഇവിടെ മരിച്ചു വീഴാൻ പോവുകയാണല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ട് അവനും എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ പറഞ്ഞു,
ഞാൻ പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ. ഇത് അതിനുള്ള പ്രതികാരമാണ്. ദൈവത്തിന് നന്ദി എന്ന് പറയുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീയെയും കൂട്ടി അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഈ സസ്പെൻസ് ത്രില്ലർ സിനിമ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ സിനിമകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.